ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനായ കുമ്പനാട് കൺവെൻഷൻ ഈ വർഷം നടക്കുമോ? വിശ്വാസികൾ ആശങ്കയിലാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സംഗമമായിട്ടാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കുമ്പനാട് കൺവെൻഷൻ നടന്നു വരുന്നത്. കഴിഞ്ഞ വർഷം കൺവെൻഷന്റെ 100ാമത് വാർഷികം വിപുലമായി ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ 101ാമത് കൺവെൻഷൻ നടക്കേണ്ടത് 2025 ജനുവരി മാസം 3ാമത്തെ ആഴ്ചയിലാണ്. അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളോ വാർത്താക്കുറിപ്പുകളോ പത്രപ്രസ്താവനകളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചില നാളുകളായി കുമ്പനാട് കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടർമാനമായി നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ വളരെ ശുഷ്കവും പൊതുജന പങ്കാളിത്തം ഇല്ലാത്തതുമാണെന്നുള്ളത് വ്യക്തവുമാണ്. എന്താണ് സഭയ്ക്ക് സംഭവിക്കുന്നത്? എന്താണ് സഭയുടെ ഭാവി? എന്താണ് കുമ്പനാട് കൺവെൻഷന്റെ ഭാവി? വിശ്വാസികളും ശുശ്രൂഷകന്മാരും ആശങ്കയിലാണ്. ഇപ്പോൾ ഈ വിഷയം പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, പെന്തക്കോസ്ത് സമൂഹത്തിലെ ആദ്യത്തെ പത്രമാണ് ഗുഡ് ന്യൂസ് വാരിക. ഗുഡ് ന്യൂസ് വാരികയുടെ പുതിയ ലക്കത്തിൽ അവർ കുമ്പനാട് കൺവെൻഷനെ കുറിച്ചാണ് കവർ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ആ കവർ സ്റ്റോറിയുടെ ടൈറ്റിൽ തന്നെ കുമ്പനാട് എന്ന് ഇട്ടിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. വാർത്ത വായിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ കോവിഡ് കാലത്തല്ലാതെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അലസത ക്രമീകരണങ്ങളിൽ വരുന്നുണ്ടോ എന്ന വിശ്വാസികൾ സംശയിക്കത്തക്ക സാഹചര്യം ഇക്കൊല്ലം പൊതുവെ കാണുന്നുവെന്ന് പറയപ്പെടുന്നു. കുമ്പനാട് കൺവെൻഷനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ആരാഞ്ഞ് ഗുഡ് ന്യൂസ് ഓഫീസിൽ നിരവധി അന്വേഷണങ്ങളാണ് വരുന്നത്. ഇതിനോടകം മാധ്യമങ്ങൾക്കോ സഭകൾക്കോ ലഭിക്കേണ്ട അറിയിപ്പുകളോ പത്രക്കുറിപ്പുകളോ എവിടെയും കണ്ടിട്ടില്ല. നേതൃത്വത്തിന്റെ അഭാവം, സാമ്പത്തിക ആവശ്യങ്ങൾ, വരുമാനക്കുറവ്, വിദേശ സഭകളുടെ നിസ്സഹകരണം എന്നിങ്ങനെ കാരണങ്ങൾ പലതുണ്ടാകാം. അതോടൊപ്പം അധ്യക്ഷന്റെ അനാരോഗ്യവും. പാളിച്ചകൾ കണ്ട് മനസ്സിലാക്കിയും പഴയ കാലത്തേതുപോലെ ആലോചനകളും ക്രമീകൃതമായ ഒരുക്കങ്ങളും ചെയ്യേണ്ട സമയം അതിക്രമിച്ചെന്ന് ഞങ്ങൾ കരുതുന്നു. കേരളത്തിലെ സഭയെയും ചുമതലക്കാരെയും വിശ്വാസത്തിലെടുത്തും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വന്നുപോയതോ വരുത്തിവെച്ചതോ ആയ ദൗർബല്യങ്ങൾ പറഞ്ഞു തീർത്തും എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി സഭയെയും കൺവെൻഷനെയും അനുഗ്രഹമാക്കുവാൻ നേതൃത്വം ഇനിയെങ്കിലും മുന്നിട്ടിറങ്ങണം. ഇതാണ് ഗുഡ് ന്യൂസ് വാരികയിൽ പ്രധാനപ്പെട്ട വാർത്തയുടെ ഭാഗമായി അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിന്റെ രത്നച്ചുരുക്കം. കുമ്പനാട് കൺവെൻഷൻ എന്ന് പറയുന്നത് IPC-കാരുടെ മാത്രം കൺവെൻഷനായിട്ടല്ല നടന്നു വരുന്നത്. സഭയാണ് അതിന് നേതൃത്വം നൽകുന്നത്, സഭയുടെ കമ്മിറ്റികളാണ് അതിന് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. എങ്കിലും കേരളത്തിലെ മുഴുവൻ പെന്തക്കോസ്തുകാരും ഒന്നിച്ചുകൂടുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസികൾ അവരുടെ ഒരു വികാരമായി കരുതിയിരിക്കുന്ന ഒരു കൺവെൻഷനാണ് കുമ്പനാട് കൺവെൻഷൻ. വലിയ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു ആത്മീയ വേദിയാണ് കുമ്പനാട് കൺവെൻഷൻ. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഈ കുമ്പനാട് കൺവെൻഷന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ പലപ്പോഴും സഭയിൽ തന്നെ ഭിന്നതയും സഭയിലെ ഒരു വിഭാഗത്തെ ഉൾക്കൊള്ളിക്കാതെയും ഒക്കെയാണ് കൺവെൻഷൻ നടത്തുന്നത് എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. 100ാമത് കൺവെൻഷനിൽ പോലും സഭയിലെ പ്രമുഖരായ പല പ്രസംഗകരെയും, അതായത് പാസ്റ്റർ KC ജോൺ IPC-യുടെ ജനറൽ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും പവർ വിഷന്റെ ചെയർമാനുമാണ്. അദ്ദേഹം ദീർഘവർഷങ്ങളായിട്ട് കുമ്പനാട് കൺവെൻഷന്റെ തുടർമാനമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും കഴിഞ്ഞ വർഷം വേദി ലഭിച്ചില്ല എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ കാര്യമാണ്. അതുപോലെ സഭയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോണിന് അവസരം ലഭിച്ചില്ല. അതുപോലെ മറ്റ് പല ദൈവദാസന്മാർക്കും കഴിഞ്ഞ വർഷം 100ാമത് കൺവെൻഷനിൽ വേദിയിൽ അവസരങ്ങൾ ലഭിച്ചില്ല എന്ന്, ചിലർക്ക് കസേരകൾ പോലും സ്റ്റേജിൽ ലഭിച്ചില്ല എന്നുള്ളതും ദുഃഖകരമായ കാര്യമാണ്. സഭയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കളികളുടെയും വിഭാഗീയതയുടെയും ഭാഗമായി 2 വിഭാഗമായി ചേരിതിരിഞ്ഞ് കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നതും അതോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളുമെല്ലാം വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ വാർത്തയായി മാറിയതാണ്. സഭ വളരെ നിരാശാജനകമായ, വേദനാജനകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതോടനുബന്ധിച്ച് കുമ്പനാട് കൺവെൻഷൻ ഇത്തവണ നടക്കാതിരിക്കുമോ എന്ന സംശയമുണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, സഭയുടെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ വാത്സൻ എബ്രഹാം ഇപ്പോൾ രോഗബാധിതനായി അമേരിക്കയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ജനറൽ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ്സിൽ തന്നെ ഭിന്നതയുണ്ട്. 2 വിഭാഗമായിട്ടാണ് അത് നിൽക്കുന്നത്. ചുരുക്കം പേരാണെങ്കിലും അവർ 2 വിഭാഗമായി നിൽക്കുന്നു. സഭയുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ക്രമീകൃതമായ നിലയിൽ നടത്തുവാൻ സാധിക്കാതെ വരുന്നു. കൂടിയാലോചനകൾ ഒന്നും നടക്കുന്നില്ല. കൗൺസിലുകൾ കൃത്യമായി നടക്കുന്നില്ല. കൗൺസിലുകളിൽ പറയുന്നതിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ സഭാ ഭരണവുമായി ബന്ധപ്പെട്ടുണ്ട്.
അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3500ഓളം ലോക്കൽ സഭകളുള്ള IPCയുടെ ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ് ആണ് കേരള സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റിലെ ഭരണകൂടത്തെയും ഭരണ സംവിധാനത്തെയും ഉൾക്കൊള്ളുവാനോ അവരോടുകൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുവാനോ IPCയുടെ ഇപ്പോഴത്തെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. ഒരു കാലത്ത് IPCയുടെ കേരള സ്റ്റേറ്റിന്റെ ചുമതലയിലാണ് കുമ്പനാട് കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് ജനറൽ കൗൺസിലിന്റെ തന്നെ അധികാരത്തിലേക്ക് വരികയായിരുന്നു. എന്നാൽ രണ്ട് കൗൺസിലുകളും ചേർന്നാണ് കമ്മിറ്റികൾ എടുത്തിരുന്നതും കൂടിയാലോചനകൾ നടത്തിയും ഒക്കെയായിരുന്നു കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പാസ്റ്റർ വത്സൻ എബ്രഹാം അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം കേരള സ്റ്റേറ്റിനെ മനഃപൂർവ്വമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ശ്രമിച്ചത്. ഇത് സഭയിൽ കേരള സ്റ്റേറ്റിന്റെ സഹകരണം കുമ്പനാട് കൺവെൻഷൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഗുഡ് ന്യൂസ് വാരിക ഉന്നയിച്ചിരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇത്തവണ കുമ്പനാട് കൺവെൻഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. ഇത്ര വിപുലമായ ക്രമീകരണങ്ങൾ ചെയ്ത് നടത്തേണ്ടുന്ന ഒരു കൺവെൻഷൻ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രസംഗകരും ദൈവജനങ്ങളും കടന്നു വന്ന് നടത്തേണ്ടുന്ന ഒരു കൺവെൻഷൻ, പക്ഷേ ഇതുവരെ അതിനുള്ള ക്രമീകരണങ്ങളൊന്നും ആയിട്ടില്ല. അത് സംബന്ധിച്ച ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല എന്നാണ് ഗുഡ് ന്യൂസ് ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം കുമ്പനാട് കൺവെൻഷൻ നടക്കുമോ? ഇത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഓരോ വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും ചോദ്യമാണ്. ഞാനും ആ ചോദ്യം ഉന്നയിക്കുന്നു. ഇത്തവണ കുമ്പനാട് കൺവെൻഷൻ നടക്കുമോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ വീഡിയോ കാണുന്ന IPCക്കാരായ എല്ലാ വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ, ആശങ്കകൾ അറിയിക്കുവാൻ, നിർദ്ദേശങ്ങൾ അറിയിക്കുവാൻ അവസരമുണ്ട്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു.